എങ്ങനെയുണ്ട് മൂവി? നല്ല പടമാണ്. ഒരു കണ്ടന്റുള്ള സിനിമയായിട്ട് തോന്നുന്നു. അത്യാവശ്യം കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പം നമ്മളെന്താ പറയുക, ന്യായൊക്കെ ചെയ്യുന്ന ടൈപ്പ് പടങ്ങളില്ല, ആ ഒരു ജേണറിലേക്ക് മൊത്തത്തിൽ മാറുന്നുണ്ട്. ഇതൊരിക്കലും ചുമ്മാ പറയുന്നത് അല്ല, സീരിയസ് ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കും. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഓൾസോ എ ആർ റഹ്മാന്റെ മ്യൂസിക് പടം ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കുക. നല്ല എനിക്ക് ആക്ഷൻസ് ഓൾസോ നല്ലതാണ്. ഓൾസോ ഇതിൻ്റെ സ്പോർട്സ് പാർട്ടാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് എലമെന്റ് പടത്തിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു രീതി നല്ല രസമുണ്ടായിരുന്നു. സ്പോർട്സിന്റെ ആവശ്യകത ഓൾസോ ഇപ്പം നമ്മളുടെ ഒരു അടയാളം എത്രത്തോളം സ്പോർട്സിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് ഈ പടം. സോ വർത്ത് വാച്ചാണ് ഭയങ്കരമായിട്ട്. റഹ്മാൻ്റെ മ്യൂസിക് കൊള്ളാം. എന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ സുകുമാറിൻ്റെ ഒക്കെ ഒരു എഴുത്തുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ പുഷ്പയുടെ ഒക്കെ ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയില്ല. ആവറേജ് ഒരു പടമായിട്ട് മാത്രമേ തോന്നുള്ളൂ കേട്ടോ. അതെന്ന് വെച്ചാൽ വൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. വേറെ ലെവൽ മോട്ടിവേഷൻ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിയായ സൂരജ് ബോബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ അഭിനയിച്ച പുള്ളി ഈ ബോമൻ റാണിയോടൊപ്പം ബോളിവുഡ് നടൻ്റെ ഒപ്പം ത്രൂ ഔട്ടായിട്ട് അതിലുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അടിപൊളി കാര്യം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഭയങ്കര മോട്ടിവേഷനിലാണ്. അതായത് നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് സിനിമ നടക്കുന്നത്. എന്തായാലും നല്ലൊരു മാസ് പടമല്ല, പക്ഷെ നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ പലരും ചോദിച്ചു കേരളത്തിൽ ഓടുമെന്നുള്ളതാണ്. കേരളത്തിൽ ഓടുന്നുള്ളതല്ല, മൊത്തത്തിൽ ഇത് ഓടണം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. കാരണം മാത്രമല്ല നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്രാമത്തിൻ്റെ വളർച്ചയാണ്, ഓരോ ഗ്രാമത്തിൻ്റെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ച എന്നുള്ള രീതിയിലേക്കുള്ളൊരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. പെട്ടി കുഴപ്പമില്ല. ഒരു ആക്ഷൻ മൂവിയാണ്. ആക്ഷൻ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 hours ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ വലിയ ബോറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് പിടിച്ചിരുത്തി കാണാൻ പറ്റിയൊരു മൂവിയാണ്. ശിവരാജ് കുമാർ ആയാലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത ഒരു മൂവിയാണ്. ഒരു ആക്ഷൻ